അല്ല, UDF നേതൃത്വം ആദ്യം മുതലെടുത്ത നിലപാട് അൻവറിനെ കൂടി സഹകരിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് UDFന്റെ കോഴിക്കോട് ചേർന്ന കഴിഞ്ഞ സംസ്ഥാന സമിതി അൻവറിനെ കൂടി UDFന്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ ഉള്ള നല്ല തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ UDF നേതൃത്വം ചുമതലപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തെ കൂടി ബോധ്യപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വവും ഞാൻ മനസ്സിലാക്കുന്നത് UDFനെ കൂടി സഹകരിപ്പിക്കാൻ അനുകൂലത പ്രതിപക്ഷ നേതാവ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൌക്കത്തിനെ കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചപ്പം ആ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആ സ്ഥാനാർത്ഥിയെ അൻവർ തള്ളിപ്പറഞ്ഞു. പിന്നെ അതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. അപ്പം അൻവറാണ് പുനഃപരിശോധിക്കേണ്ടത്. അൻവർ UDFുമായിട്ട് സഹകരിച്ചു പോകാൻ തയ്യാറായാൽ ഏത് നിമിഷവും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇപ്പോഴും UDF സന്നദ്ധമാണെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ നിലപാട് പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാർ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളും ഒരേപോലെയാണ് നിലപാട് പറഞ്ഞത്. അൻവറിനെ കൂടി സഹകരിപ്പിച്ചു കൊണ്ടുപോകുക. കാരണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടാണ് അൻവർ LDFന്റെ കൂടാരം വിട്ട് പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അൻവറിനെ സഹകരിപ്പിക്കാൻ UDF രാഷ്ട്രീയമായി തന്നെ തീരുമാനിച്ചിരുന്നു. അതെല്ലാം അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ അൻവറിന്റെ പങ്കാണ് മുഖ്യമായിട്ടുണ്ടായത്. അൻവർ എടുത്ത നിലപാട് തെറ്റായിപ്പോയി എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പൊ അൻവർ നിലപാട് തിരുത്തിയാൽ, കാരണം അൻവർ UDFനെ തള്ളിപ്പറയുന്നു, പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറയുന്നു, അതെല്ലാം പോട്ടെ. UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ പിന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാണല്ലോ UDF ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയം കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ദുർഭരണത്തെ താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് നടപ്പാക്കാൻ വേണ്ടി UDF ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കുമ്പം അതും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ എല്ലാ കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ P. K. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കേരള കോൺഗ്രസിൽ P. ജോസഫ് സാറ്, UDFന്റെ എല്ലാ നേതാക്കന്മാരും, കോൺഗ്രസ് ലീഡർഷിപ്പ്, പുതിയ KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് ഈ ഇടതുപക്ഷ ഭരണത്തിനെതിരെ ഒരു വിധിയെഴുത്ത് നടത്തുവാൻ സഹകരിക്കുന്നതിന് പകരം ഒരു തെറ്റായ സമീപനത്തിലേക്ക് അൻവർ പോയതാണ് കുഴപ്പമെല്ലാം ഉണ്ടാക്കിയെന്നാണ് ഞങ്ങൾ. അല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞപ്പോൾ അതിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. അതിലേക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന നിമിഷത്തിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങൾക്കൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ളത്, അൻവർ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തിന് വേണ്ടി സഹകരിക്കുമെന്ന് അദ്ദേഹത്തെ ഒരു നിലപാട് മാറ്റിയാൽ അദ്ദേഹത്തെ ഇനിയും ചേർത്ത് നിർത്താൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അല്ല, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ. ഡിമാൻഡുകളെല്ലാം ചർച്ച ചെയ്യാവുന്ന, ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഡിമാൻഡ് ചർച്ച ചെയ്യാം. അതൊന്നും ജനാധിപത്യത്തിൽ അസാധ്യമായ കാര്യങ്ങളല്ല. അതെല്ലാം നമുക്ക് സാധ്യമാക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിലെല്ലാം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം UDF പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഇലക്ഷനാണ്. UDF LDF മത്സരം നടക്കുകയാണ്. ആ UDF LDF മത്സരത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി UDF നിൽക്കുകയാണ്. അതിനെ ദുർബലപ്പെടുത്തുന്ന, അതിനോട് യോജിക്കാത്ത സമീപനം എടുത്താൽ ആർക്കെങ്കിലും യോജിക്കാൻ പറ്റൂ? ഇതൊക്കെ ഇങ്ങനത്തെ നിലപാടെടുത്താൽ എങ്ങനെ ഒരു മുന്നണി, ഒരു കേരളത്തിൽ VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, അല്ലെങ്കിൽ സണ്ണി ജോസഫാണോ, K. സുധാകരനാണോ, കോൺഗ്രസ് ലീഡർഷിപ്പ് ആരാണ്, UDF ആണോ? ഇതല്ലല്ലോ പ്രശ്നം. ഇവിടെ നമ്മുടെ നിലപാട് LDF ആണോ UDF ആണോ? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ അൻവർ താല്പര്യപ്പെടുകയാണെങ്കിൽ, അതിന്റെ ഭാഗമായി നിൽക്കാൻ അൻവർ സഹകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. അതിന് പകരം ഇവിടുത്തെ ഓരോ നേതാക്കളെ വെച്ച് ആ നേതാവ് ശരിയാണ്, ഈ നേതാവ് തെറ്റാണെന്ന് പറഞ്ഞൊരു പരിപാടിയായിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ വില പോവൂ. അതാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയതും. ഞാൻ അതുകൊണ്ട് എനിക്ക് വളരെ അൻവറിനെ കൂടി ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ P. ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. UDFന്റെ നിലപാടും അൻവറിനെ കൂടി ചേർത്ത് സഹകരിപ്പിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ്. അതുകൊണ്ട് അൻവർ UDFന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സഹകരിക്കാം എന്ന നല്ല വാക്ക് പറയുകയും നല്ല രാഷ്ട്രീയ നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ട് ഇനി സമയമുണ്ട്. ഇന്ന് അദ്ദേഹം ഒരു നിലപാട് തിരുത്തിയാലും അല്ലെങ്കിൽ UDF നിലപാടിനോട് സഹകരിച്ചാലും നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. കോൺഗ്രസും ഘടകകക്ഷികളും എല്ലാം അതിനോട് സഹകരിക്കും. UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ അൻവർ ഉയർത്തിയ മുദ്രാവാക്യം ഇടതുപക്ഷ പിണറായിസത്തിനെതിരായി, ഇടതുപക്ഷത്തിനെതിരായി ശക്തമായി നിൽക്കുമെന്ന് പറഞ്ഞ അൻവറിന്റെ ആദ്യത്തെ നിലപാടിലേക്ക് അൻവർ തിരിച്ചു വരിക. അങ്ങനെ UDFനോടൊപ്പം ചേർന്ന് നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ അൻവർ കൂടി സഹകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് 3 മണിക്ക് കോട്ടയത്ത് ചേരുന്നുണ്ട്. പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം
നിലമ്പൂർ ഇലക്ഷൻ കാര്യങ്ങൾ ഇന്ന് പാർട്ടി വിലയിരുത്തും. അതിനടിസ്ഥാനത്തിലുള്ള പാർട്ടി നിലപാട് പാർട്ടി ചെയർമാൻ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുന്നതായിരിക്കും.